വെൽക്കം ടു സോണിയാസ് ഫുഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ബൈറ്റ്സ് ആണ്. ചിക്കൻ ബൈറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ബൈറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ 250 ഗ്രാം ചിക്കൻ ബോൺലെസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ പെപ്പറും ഇട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് പെപ്പറും സാൾട്ടും ഇട്ട് ഏകദേശം 10 മിനിറ്റ്സ് ഞാനിതിനെ റെസ്റ്റ് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കറിലേക്ക് വെച്ച് ഇതിനെ ഒരു വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കന് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് ഇതിനെ വേവിച്ചാൽ മതിയാവും. ഞാനിത് ഈ കുക്കറിലേക്ക് ഇട്ട് ഇതിനെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അതർ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ചിക്കൻ ബൈറ്റ്സ് ആണെങ്കിലും ഞാൻ കുറച്ച് റോ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതിനുവേണ്ടി അണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചേഡാർ ചീസാണ്. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ബൈറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് വേണം. ഇത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിൽ പ്ലെയിൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റസ്കിനെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇതിലേക്ക് വേണ്ടി ഒരു എഗ്ഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വലിയ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെജിറ്റബിൾസും എല്ലാം ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻ ഇങ്ങോട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചേഡാർ ചീസാണിത്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പെപ്പർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പെപ്പർ മാത്രമേ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ, വേറൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് നമ്മൾ ചിക്കന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കുക്ക് ചെയ്തതാണ്. എങ്കിലും നമ്മൾ വെജിറ്റബിൾ ഇട്ടപ്പം കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മയോണീസ്, എഗ്ലെസ് മയോണീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ബൈറ്റ്സിൻ്റെ ഔട്ടർ കവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദ മിക്സ് ചെയ്യുവാണ്. അതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഗ്ഗിനെ ഇതിലേക്ക് ഉടച്ചൊഴിച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ എടുത്ത് വെച്ചിരുന്നത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ എഗ്ഗിൻ്റെ കൂടെ മൈദ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസ് പരുവത്തിൽ, ദോശയ്ക്കൊക്കെ ഉള്ള മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് നമുക്ക് ബീറ്റ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്യാം. നിങ്ങളിതിങ്ങനെ മിക്സ് ചെയ്യുമ്പം ഇതിൽ കട്ടയായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള മിക്സ് കിട്ടും. ഞാനിത് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ എഗ്ഗും മൈദയും കൂടിയുള്ള മിക്സ് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വന്നാൽ മതി, അധികം തിക്കായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ രീതിയിൽ വന്നാൽ മതി. നമ്മുടെ ചിക്കൻ ബൈറ്റ്സിൻ്റെ ഔട്ടർ കവർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രെഡിനെ നമുക്ക് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപയോഗിച്ച് നമുക്കിതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബ്രെഡിൻ്റെ നടുഭാഗം മാത്രം കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലാവും. ബാക്കി ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ ബൈറ്റ്സ് നമുക്ക് 1 by 1 ആയിട്ട് ചെയ്തെടുക്കാം. ഇത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ബ്രെഡിനെ ഒന്ന് മുക്കി ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ എക്സസ് ആയിട്ടുള്ള വെള്ളം
അങ്ങ് പുറത്തോട്ട് പൊക്കോളും. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സിനെ ഇതിലേക്ക് റോൾ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടിങ്ങനെ അധികം മിക്സ് ഒരു ബ്രെഡിൻ്റെ അകത്ത് കയറാൻ മാത്രമുള്ള മിക്സ്, കൊള്ളുന്ന അത്ര മിക്സ് നമുക്ക് മതി. നമുക്ക് ഇത് ഈ റോള് പോലെ ആക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കാം. ഇവിടെ വെജിറ്റബിൾസും ചിക്കനും അകത്ത് വെച്ച് നമ്മൾ ബ്രെഡിനെ ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇനി മൈദയുടെ ഈ മിക്സിലേക്ക് ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംബിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാനും പറ്റും. അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ആക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല റൗണ്ട് ബോളായിട്ട് നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ബൈറ്റ്സ് എല്ലാം നല്ല ഷേപ്പിൽ ഇവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ ബൈറ്റ്സ് നമുക്ക് ഈ ബോയിൽ ചെയ്യുന്ന എണ്ണയിലേക്ക്, നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ബൈറ്റ്സ് ഉണ്ടാക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ബോയിലാവുന്ന സമയത്ത് വേണം ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് ഇത്ര എണ്ണം കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ബൈറ്റ്സിനെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അതുകൂടാതെ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അടുത്ത് നിന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് നമുക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്യാം. ചിക്കൻ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൈറ്റ് ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒരെണ്ണം എടുത്ത് ഒന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വെജിറ്റബിൾസൊക്കെ റോ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് വീണ്ടും വരും. അതുവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.